ശേ തുടങ്ങിയാ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഗാച്ചി ലെൻസ് വെക്കില്ലേ ചേതര മോഹം കാണിച്ചേ ഇങ്ങോട്ട് തിരി. ഇന്നലെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ശേതര കണ്ണ് പണി കൊടുക്കാറുണ്ട്. എന്തോ കുത്തി കരിനീല കളറൊക്കെ ആയിട്ടിരിക്കുന്നു. കൺസീൽ ചെയ്യാൻ കളറ്, പക്ഷെ ഐ ബാഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിന്റെ ഭാഗ്യം. ഞാൻ അതിലും കോമഡിയാ. തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള അവിടെയൊക്കെ കണ്ടില്ലേ, തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള ഞാൻ ഫ്രഷ് ആയിട്ടില്ല. ഇനി ഫ്രഷ് ആയി റെഡി ആയിട്ട് വേണം. ഇതെവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഗാച്ചി ജിഷ്ണ ചോദിച്ച എന്ത് സ്കിന്നാന്ന് ഗാച്ചിയ? ഡ്രൈ സ്കിന്റെ ഞങ്ങള് 4 മണിക്ക് ഞങ്ങള് റെഡി ആവണം കേട്ടോ. രണ്ടാളും കൂടെ. ആ ശരി, ഞാൻ പോട്ടെ. എന്തെങ്കിലും ചെയ്യാം. സ്വയം കോഴ്സ് രണ്ടുപേരും. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഞങ്ങളുടെ ഇവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടായോ ഞങ്ങളൊക്കെ ഇങ്ങനെ ലേറ്റ് ആവും. നിങ്ങള് പോവാല്ലേ? എനിക്കറിയില്ല സ്വയമായിട്ട് തിരിക്കുമ്പോഴേ ഞങ്ങളൊരു നോർത്ത് ഇന്ത്യൻ ലുക്കാ പിടിച്ചിട്ടുള്ളത്. എന്താവുന്നൊന്നും അറിയില്ല ഞങ്ങളുടെ കോസ്റ്റ്യൂമിൽ. ഇതാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഒരാഴ്ചയോളം അല്ലേ പണിയെടുത്ത് ഇങ്ങനെ ആക്കി ഞങ്ങള്. ഇവിടെ ഓപ്പറേറ്റ് മേടിച്ചത് എനിക്ക്. ഇതാണ് ഞങ്ങളുടെ കുട്ടികളുടെ കോസ്റ്റ്യൂം. സെയിം ഞങ്ങൾ അമ്മ മക്കൾ. എത്ര നേരം ഇത് ഇടുന്നോ ഒന്നും അറിയില്ല. കുറച്ചേരം ഇടണ്ടല്ലേ? അച്ചുവോ അത് പറഞ്ഞിടുന്നത്. ഷാള് കുത്തി വെച്ചെടുക്കട്ടെ. ഞങ്ങളെ അമ്മ മോള് നീലയാണ് ഞങ്ങളെ. അല്ലി ചപ്പി ഭംഗിയില് ചേച്ചേ. അങ്ങനെ തന്നെ നമ്മൾ ഇവിടുന്ന് നീലാമ്പരിയിലേക്ക് പോവാണ് കേട്ടോ. പിള്ളേരൊക്കെ റെഡിയാക്കി നമ്മൾ ഇവിടുന്ന് പോവാണ്. ഇവർ ഇപ്പോഴൊന്നും വലിയ കുഴപ്പമുണ്ടായില്ല. അവിടെ ചെന്ന് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പ്രോഗ്രാമിൻ്റെ ഇടയിലൊക്കെ അവർ കുറച്ച് അലമ്പായി. പക്ഷെ എന്നാലും വലിയ കുഴപ്പമുണ്ടായില്ല കേട്ടോ. അതുപോലെ ഇത് ഫുൾ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണില്ല കേട്ടോ, കാരണം ഒരുപാട് സമയം വരുന്നത് കാരണം ഇതൊരു പാർട്ട് 2 ഒക്കെ ആയിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മൾ. അയ്യോ എൻ്റെ ഒരു സൈഡ് മാത്രം മറ്റേ സൈഡ് കാണിക്കില്ല. വലിയ കുഴപ്പമില്ല. കുഞ്ഞിമാളും ആലോചന ബൈ പറഞ്ഞു. റഷീദിൻ്റെ ഉണ്ണി നമ്മുടെ സബ്സ്ക്രൈബറാണ്. അപ്പോൾ ഭയങ്കര ഇഷ്ടം. ഇടയ്ക്കിടയ്ക്ക് പറയുന്നു ഇച്ചുമ്മ കുഞ്ഞുമാളെന്നൊക്കെ. അപ്പോൾ റഷീദിന് ആദ്യം മനസ്സിലായില്ല, പിന്നെ വൈഫാണ് പറഞ്ഞത് അത് സ്വാതിയുടെയും ശേതയുടെയും പിള്ളേരാണെന്നുള്ളത്. അപ്പം ആ കുഞ്ഞി ഉണ്ണി വരെ നമ്മുടെ സബ്സ്ക്രൈബറാണ്. അപ്പോൾ അത് കേട്ടതിൽ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഞങ്ങൾ ഫ്രണ്ടിൽ നിന്നിട്ട് എടുത്തു, പിന്നെ ഞങ്ങൾ ബാക്കിൽ, കാരണം ഒരുപാട് സ്ഥലമുണ്ട് ഫോട്ടോഷൂട്ടിനായിട്ട് തന്നെ. അപ്പോൾ ഞങ്ങൾ പുറകിലൊക്കെ പോയിട്ട് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അതുപോലെ നമ്മുടെ ഇച്ചുമ്മ അങ്ങനെ നടന്നു തുടങ്ങിയിട്ടില്ല. അപ്പോൾ അവൾ ഈ മുട്ടിലഴിഞ്ഞിട്ടുള്ള ഫോട്ടോസാണ് അവളുടെ അധികം. കുഞ്ഞി കുഴപ്പമില്ല, കുഞ്ഞി പറ്റാവുന്ന രീതിയിൽ സ്റ്റെപ്പിട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അവരെ ഡ്രസ്സും വെച്ച് പറ്റാവുന്ന രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ.
ഞാൻ എൻ്റെ ഫോണിൽ വീഡിയോസ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ഓൾറെഡി റഷീദിനോട് ഒരു കാൻഡിഡ് വീഡിയോഗ്രാഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഫോണിലുള്ളതിലും ഭംഗിയാണല്ലോ അവരിൽ കാണാൻ. അപ്പോൾ അത് മുഴുവൻ ഞാൻ കോപ്പി ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫുട്ടേജ് മുഴുവൻ തന്നത് റഷീദാണ്. അപ്പോൾ റഷീദ് താങ്ക് യു സോ മച്ച്. ഞാൻ ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാൽ ഇതിൽ കൂടെ ഞാൻ പറയാൻ കേട്ടോ. അപ്പോൾ അത് നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാതും. അത് കഴിഞ്ഞ് ഞാൻ പുറകിൽ പോയിട്ട് അവിടെയായിരുന്നു പിന്നെ ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ കുറച്ച് ഈ കലാപരിപാടികൾ നിങ്ങൾക്ക് എന്തായാലും കാണാം. പിന്നെ ഡ്രസ്സിനെ പറ്റിയിട്ട് കുറേ പേര് ചോദിച്ചായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് മൊത്തം ലേസ് മെറ്റീരിയൽ എല്ലാം കൂടെ നിയർ 20,000 ഒക്കെ ആയിട്ടുണ്ട്. സ്റ്റിച്ചിങ് ചാർജ് വേണ്ട. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലേസ് അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. അതുപോലെ നമുക്ക് ഈ മെറ്റീരിയൽ ആണെങ്കിലും നോർമൽ ജോർജറ്റ് വെച്ചിട്ടും ചെയ്യാം. പക്ഷെ ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കത് ഒട്ടും പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല. ബിക്കോസ് ഞാൻ ഓൾറെഡി പിൻട്രസ്റ്റിൽ നിന്ന് എടുത്ത് വെച്ച ഫോട്ടോ അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പോലെ എനിക്ക് തോന്നിയത്. അത് ഭയങ്കരമായിട്ട് പൊന്തി നിൽക്കണ പോലെയൊക്കെ എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ മിലാൻറ്റിക്കിൽ പോയി. ഞാൻ പരാഗിൽ പോകാനുള്ള പരിപാടിയായിരുന്നു. പരാഗിൽ പോണ സമയത്താണ് ഈ ഒരു ഷോപ്പ് കണ്ടിട്ട് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാൻ മിലാൻറ്റിക്കിൽ കയറുന്നത്. പക്ഷെ അതിന് മുന്നേ തന്നെ, കാരണം ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ശരിയാവാണ്ട് തന്നെ, ഞാൻ ഓൾറെഡി ഒരു ഡിസൈനർക്ക് ഈ ഫോട്ടോ അയച്ചു കൊടുത്ത് ആളോട് ഞാൻ ചോദിച്ചു. അപ്പോൾ ആ ചേച്ചിയാണ് എനിക്ക് പറഞ്ഞു തന്നത്, ലൈക്ക് നമുക്ക് ഡയബിൾ ആയിട്ടുള്ള ഓർഗൻസ് ഇല്ല, സോറി, ഈ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ കുറച്ചും കൂടിയും സോഫ്റ്റാണ്. നമ്മൾ വാങ്ങുന്നത് കുറച്ച് പോളിസ്റ്റർ മിക്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനത്തെയാണ് നമുക്ക് മേടിക്കാൻ കിട്ടുക. അത് റേറ്റും അധികമില്ല. എനിക്ക് ആ പെർഫെക്ഷൻ വേണ്ടതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഇത്രയും എക്സ്പെൻസീവ് ആണെങ്കിലും ഞാൻ വിചാരിച്ച ഡ്രസ്സ് എനിക്ക് വേണം എന്നുള്ളതുകൊണ്ടാണ് റേറ്റ് കൂടിയിട്ടും. കാരണം 525 രൂപയാണ് മീറ്റർ വിത്ത് ഡൈ ചെയ്ത് തന്നതിന്. കുറച്ച് മെറ്റീരിയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഡൈ ചെയ്യാമായിരുന്നു. പക്ഷെ ഇത്രയും അധികം മെറ്റീരിയൽ ഉള്ളതുകൊണ്ട് ഞാനത് അവിടെ തന്നെ ഡൈ ചെയ്യാൻ കൊടുത്തു. മിലാൻറ്റിക്കിൽ തന്നെ കൊടുത്തു. ഞാൻ എറണാകുളം മിലാഞ്ചിയിൽ പോകാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ ഡൈ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ലേറ്റ് ആവുമല്ലോ. എന്തോ ഭാഗ്യത്തിനാണ് ഈ ഷോപ്പ് കണ്ടിട്ട് അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമുക്ക് അവിടെ നിന്ന് അത് കിട്ടി. ഞാൻ ഡൈ ചെയ്തെടുത്തു. അങ്ങനെ 13 മീറ്റർ എനിക്കും 13 മീറ്റർ ശ്വേതയ്ക്കും 26 മീറ്ററാണ് എല്ലാം കൂടെ മേടിച്ചത്, പിള്ളേർക്ക് അടക്കം. അതിലാണ് നമ്മൾ ഇത്രയും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിത് അവിടുത്തെ ഡിസൈനേഴ്സിനെയും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു സ്കേർട്ടിന് തന്നെ 13 മീറ്റർ വേണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യണം, അതുകൊണ്ട് എനിക്ക് മൊത്തത്തിൽ 13 മീറ്റർ മതി. കാരണം പിന്നെയും കൂടും. 2.5 മീറ്റർ ഷോൾ വേണം, ടോപ്പിന് 1 മീറ്റർ വേണം, അപ്പോൾ പിന്നെയും കൂടുതലല്ലേ. അപ്പോൾ ആ 13 മീറ്റർ തുണിയിലാണ് നമ്മൾ ഇത്രയും അധികം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഷോളിൻ്റെ വീതി അത്രയൊന്നുമില്ല. ലേസും നമ്മൾ ആദ്യം മെഷർമെൻറ്റ് എടുത്തപ്പോൾ കുറച്ച് തെറ്റിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ആ ലേസും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോളിൻ്റെ ജസ്റ്റ് 2 ഭാഗത്തേ വെച്ചുള്ളൂ, 4 സൈഡൊന്നും വെച്ചില്ല. 2 ഭാഗത്ത് വെച്ച് നമ്മൾ അവസാനിപ്പിക്കുക ചെയ്തത്. അതുകൊണ്ട് ആ ലേസും വലിയ കുഴപ്പമുണ്ടായില്ല, കറക്റ്റായിരുന്നു. പിന്നെ അത്രയും വർക്കുള്ള ലേസ് ആയതുകൊണ്ടാണ് ഇത്രയും എക്സ്പെൻസീവ്. നമ്മളത് മുഴുവൻ ആപ്ലിക് വർക്ക് പോലെ കട്ട് ചെയ്ത് പാച്ച് വർക്കൊക്കെ ചെയ്തിട്ടാണ് നമ്മളത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. പക്ഷേ ഹാർഡ് വർക്കിൻ്റെ ഇത്രയും എഫേർട്ട് ഇട്ടതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടി. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ നമ്മുടെ അമ്മും കുഞ്ഞൂസും വിളിച്ചു. കണ്ടില്ല ബീബിയാ ബിബി കേട്ടോ ബിബിനാൻ ചേട്ടോ ധാവണി ധാവണി ഓൾറെഡി ഞാൻ നമ്മുടെ ഡ്രസ്സിൻ്റെ റെഫറൻസിന് അമ്മൂനെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അമ്മൂനോട് പറഞ്ഞു, അമ്മു ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണം. അപ്പോൾ അവൾ ഇപ്പോഴാണ് പറയുന്നത്, ചേച്ചി അന്ന് അയച്ചെന്നാലും എനിക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു. അത് നൈറ്റിലേക്കും കൂടെ ആയപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുപോലെ തന്നെ നമുക്ക് കുറേ കോംപ്ലിമെൻറ്റ്സും കിട്ടിയായിരുന്നു ഡ്രസ്സിൻ്റെ. കുറേ പേര് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടും ചോദിച്ചായിരുന്നു, അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പം നമ്മുടെ നോർമൽ ജോർജറ്റിലും ചെയ്യാം, പക്ഷേ എനിക്കിത് ഇത്രയും ഇങ്ങനെ കിടക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇത്ര എക്സ്പെൻസീവായിട്ട് എടുത്തത്. ഞങ്ങളുടെ ലൈഫിൽ ഇത്ര എക്സ്പെൻസീവായിട്ടുള്ള ഡ്രസ്സ് ചിലപ്പോൾ ഇതായിരിക്കും. സ്റ്റിച്ചിങ് ചാർജ് വേണ്ടാത്തത് കൊണ്ട് ഞങ്ങൾക്കത് ഓക്കെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ പിള്ളേരുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഒരെണ്ണത്തിന് ഇരുത്തും, അപ്പോൾ അടുത്തതോടും അടുത്തതിന് ഇരുത്തും. ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ എന്നാലും നമുക്ക് നല്ല ഫോട്ടോസ് നല്ല വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയായിട്ട് ഋഷി നമുക്ക് വേറെ എഡിറ്റ് ചെയ്ത് തരും. ഇതിപ്പം ഞാൻ ജസ്റ്റ് എഡിറ്റ് ചെയ്ത് നമ്മുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കാണിക്കുന്നതാണ്. നമ്മുടെ കുഞ്ഞിയെ സാരി എടുത്ത് നടക്കുന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിന് നിൽക്കാനും വയ്യ നടക്കാനും വയ്യ അങ്ങനെയായിട്ട്, പക്ഷേ നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് പിള്ളേരുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ പിള്ളേരെ ഞങ്ങൾ കൊടുത്തു വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാരൻസിൻ്റെ ഫോട്ടോഷൂട്ട് ഞങ്ങൾ 4 പേരുടെ ഫോട്ടോസും വീഡിയോസൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ
നമ്മുടെ ഫുൾ ഡ്രസ്സ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അറിയിക്കുക. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അതൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ കുറേ പേര് ക്വീനിൽ പോകേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ശ്വേതയുടെ ഫ്രണ്ട് നന്ദനയുടെ ഡ്രസ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ ക്വീൻസിൽ പോയിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരൊറ്റ മെറ്റീരിയൽ അവിടെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒരു ലെഹങ്ക നോക്കി പോയതാണ്, ഡൈ ചെയ്യാനുള്ള ഒരൊറ്റ പാറ്റേൺ അവിടെ എനിക്ക് ഭംഗിയിൽ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് അതൊന്നും കിട്ടാനാണ് പിന്നെ നമുക്ക് കല്യാണിന്ന് ഒരു പാറ്റേൺ കിട്ടിയത്. അത് വെച്ചിട്ടാണ് നമ്മൾ നന്ദനയ്ക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്കത് കാരണം പിന്നീട് ക്യൂവിൽ പോകാൻ എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് പരാഗിയിൽ പോയിക്കൂടെയെന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഓൺ ദ വേ ആണ് നമ്മൾ ഈ മിലാൻറ്റിക്ക് കണ്ടിട്ട് അവിടെ കയറിയത്. എനിക്ക് അവിടെ റണ്ണിങ് മെറ്റീരിയൽസ് ഒരുപാട് ഇഷ്ടമായി. ഞാൻ ഈ മൽക്കോട്ടനൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് അങ്ങനത്തെ ഒരു മെറ്റീരിയൽ വേണമെന്ന്. പക്ഷേ അത്രയും റിയൽ ആയിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ അതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇനിയും പോകണം, ഇനിയും പോയിട്ട് അവിടെ മെറ്റീരിയൽ എക്സ്പ്ലോർ ചെയ്യണം എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെ പോകണമെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. അതാ അതിൻ്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞുമാൾ കണ്ടേ ഈ കമ്മൽ തട്ടി അവസാനം അവൾ ആ കമ്മലും ഊരെടുക്കും. എന്നിട്ട് പാവണ്ട് കമ്മലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മൽ വന്നത് ഒരുപാട് പേർക്ക് സർപ്രൈസ് ആയിരുന്നു. കാരണം ഞങ്ങൾ അവൻ വന്നതിൻ്റെ ഫോട്ടോസ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ പേര് അന്ന് ഫംഗ്ഷൻ വന്നപ്പോഴാണ് അമ്മലിനെ കാണുന്നത്. അപ്പോൾ കുറേ പേര് ഞെട്ടിപ്പോയി, അയ്യോ നീ വന്നോ ചോദിച്ചിട്ട്. അപ്പോൾ അവൻ വന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ട്. ശരിക്കും പറഞ്ഞാൽ അവൻ വന്നില്ലെങ്കിൽ അവനും അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്തേനെ, ശ്വേതയ്ക്കും ഭയങ്കര വിഷമമായേനെ. പക്ഷേ എന്തൊക്കെയോ കാരണവശാൽ അവനും വരാൻ പറ്റി. ഞങ്ങളങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഫംഗ്ഷൻ അവസാനിപ്പിച്ചത്. എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. ഞങ്ങൾ വണ്ടി പ്ലാൻ ചെയ്തു. ഞങ്ങൾ എല്ലാ യൂട്യൂബേഴ്സും കൊണ്ടുവന്നില്ല. ഹായ് പറഞ്ഞേ, ബൈ പറഞ്ഞേ. അതൊക്കെ ഞങ്ങൾ രണ്ടുപേരും എടുത്തരും. സൈഡാണ് പ്രശ്നം. റഷീദ് അയച്ചു തന്നപ്പോഴാണ് ഇവർ ഇതുപോലൊക്കെ വീഡിയോ എടുത്തത് ഞാൻ അറിയണത്. ഇത് കണ്ടു കഴിഞ്ഞാൽ തോന്നില്ലേ ഇത് പിള്ളേരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണോ അതോ ഇവരുടെ കല്യാണത്തിൻ്റെ ആണോ? സത്യം പറഞ്ഞാൽ സ്റ്റേജിൽ കയറി ലാസ്റ്റ് ആയപ്പോൾ ഞങ്ങളുടെ വെഡിങ് റിസപ്ഷൻ പോലെ. കാരണം പിള്ളേരൊക്കെ ഉറങ്ങി അലമ്പായപ്പോൾ അവരെ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ മാത്രമായിരുന്നു, പാരൻസിൻ്റെ കൂടെയാണ് ബാക്കി എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തത്. കൊടുത്തേ അത് ഇപ്പുറത്തെ നീക്കിയാൽ പോയി ഒന്ന് ശരിക്കും അങ്ങനെ അമലിനെ കണ്ടിട്ട് നന്ദനെ ഞെട്ടിട്ടോ. ഞങ്ങളുടെ ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു, അതെന്തായാലും വേറെ വീഡിയോയിട്ടിടാം. വൻ കോമഡിയാണ്. അപ്പം നന്ദന വന്നൊരു ഹാഫ് ആൻ അവറിലാണ് കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഇനി ഡെക്കറേഷനെ പറ്റി, അത് ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട് പറയാം. നമ്മുടെ Cloud9 ആണ്, ജിൻസനാണ് നമുക്കിതെല്ലാം ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ശ്വേതയുടെ കല്യാണത്തിന് ഇവൻറ്റ് മാനേജ്മെൻറ്റ് അന്വേഷിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ജിൻസൻ്റെയിലേക്ക് എത്തണത്. അങ്ങനെ 2 വർഷമായിട്ട് ജിൻസൺ നമ്മുടെ വീട്ടിൽ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ജിൻസൺ ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫാമിലി ഫോട്ടോഗ്രാഫർ റഷീദും പിന്നെ ജിജോയും. അപ്പം ഇവരെല്ലാവരും ഇവരുടെ ബെസ്റ്റ് തന്നെയാണ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഒരു തരത്തിൽ പോലും എനിക്ക് ചീത്ത പറയാൻ അവസരം തന്നില്ല, അത്രയും ബെസ്റ്റായിട്ടാണ് എല്ലാവരും തന്നെ. അതുപോലെ നമുക്ക് കേക്ക് ചെയ്ത് തന്നത് സോനയാണ്, അതും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഇതൊന്നും കൊളാബ് അല്ല കേട്ടോ, ഇതൊക്കെ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യണതാണ്. കാരണം പൊക്കി പറഞ്ഞു കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇപ്പോൾ കൊളാബാണെന്നുള്ളത്. ഒരിക്കലും അല്ല, ഇതെല്ലാം നമ്മൾ തന്നെ കണ്ടുപിടിച്ച് അറേഞ്ച് ചെയ്ത് അങ്ങനെ ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെയാണ് കേട്ടോ അവരുടെ ബെസ്റ്റ് തന്നെയാണ് അവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. സോ എനിക്ക് കുറ്റം പറയാനൊന്നും പറ്റുന്നില്ല. അതുപോലെ തന്നെ ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഞാൻ ജിൻസിനോട് പറയുന്നത്, ജിൻസ ഒരു ആങ്കറെ വേണം, ഹോസ്റ്റ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ വരണ എൻട്രിയിലാണെങ്കിലും എല്ലാവരും അവിടെ ഇവിടെ ആയിരിക്കും. അപ്പോൾ അതൊന്ന് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ തലേദിവസമാണ് പറയണത്. അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് നമുക്ക് സാൻഡ്രനെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാൻഡ്ര ആണെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു നമുക്ക് ഇൻട്രോയിൽ ഇങ്ങനെയൊക്കെയാണ് വരിക, പിന്നെ ബാക്കിയുള്ള ഓഡിയൻസിനെ ഞാൻ ഇൻവോൾവ് ചെയ്യിച്ചോളാം, അവർക്ക് ഞാൻ കുട്ടി ഗെയിംസും അതുപോലെ ചെറിയ ടാസ്കൊക്കെ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇത്രയും അടിപൊളിയായിട്ട് സാൻഡ്ര ചെയ്യുന്നു
ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം വന്ന എല്ലാവരും ഇൻവോൾവ് ചെയ്തിരിക്കുകയായിരുന്നു. എല്ലാവർക്കും ഗെയിംസ് എന്നൊക്കെ പറഞ്ഞ് ഓടി നടക്കുമായിരുന്നു. അപ്പുചേട്ടനും ജിഷ്ണ എല്ലാവരും ഓടി നടക്കുന്നുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തായാലും കാണിക്കാം കേട്ടോ. കാരണം എല്ലാം കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഒരു എൻട്രിയോട് കൂടെ ഞാൻ ഈ പാട്ട് അവസാനിപ്പിക്കുകയാണ്. ബിക്കോസ് ഇപ്പം തന്നെ അത്യാവശ്യം നല്ല ലെങ്തായി. അപ്പം എനിക്കറിയില്ല ഇത് നിങ്ങൾക്ക് വെറുപ്പിക്കലാണോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പരമാവധി കട്ട് ചെയ്ത് ചുരുക്കി ഞാൻ മാക്സിമം 2 പാട്ടിൽ അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ബാക്കി ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നെക്സ്റ്റ് പാർട്ടിൽ എന്തായാലും വരാം. അപ്പം നമ്മുടെ ഒരു എൻട്രിയോട് കൂടെ നമ്മൾ ഈ ഒരു പാർട്ട് അവസാനിപ്പിക്കുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി എന്തായാലും ഞാൻ കാണിക്കും. കാരണം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു, എല്ലാവരും എൻജോയ് ചെയ്തു. ഞങ്ങൾക്കും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ അത് ഷെയർ ചെയ്യാന്നുള്ളത് എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ കുട്ടി പ്രോഗ്രാംസ് ആണെങ്കിൽ എനിക്ക് നടത്താൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക അങ്ങനെ ഇതിലിപ്പോൾ എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റിയും ഓരോരുത്തർ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഫുഡിൻ്റെ കാറ്റഗറി ഹസ്ബൻഡായിരുന്നു. ഞാൻ ഈ സ്റ്റേജും ഡ്രസ്സും ഞാനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഡ്രസ്സിൻ്റെ ഫുൾ ഹെൽപ്പ് ചെയ്തത് ശ്വേതയാണ്. അമ്മ അതുപോലെ ചേച്ചിമാർ അവരെല്ലാവരും പിള്ളേരെ നോക്കി ഞങ്ങളെ സഹായിച്ചു. അപ്പം ഓരോരുത്തർക്കും ഇതിൽ പങ്കുണ്ട് കേട്ടോ. എല്ലാവരും അത്രയും ഹെൽപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത് ഇത്ര നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. ഇതുപോലെ തന്നെയാണ് ഓരോ പ്രോഗ്രാംസും. എന്ത് പ്രോഗ്രാംസ് വന്നാലും നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം എല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഓരോ കുട്ടി പ്രോഗ്രാംസ് നമ്മൾ കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാർ തന്നെയാണ് മുന്നിൽ നിന്നിട്ട് എല്ലാം ചെയ്യാറ്. അപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെയാണെന്നറിയാം. പക്ഷെ അത് നമുക്കൊരു സന്തോഷമാണല്ലോ. അത് ഞങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് കാണിക്കാൻ പറ്റുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരുന്നത്. സോ നെക്സ്റ്റ് പാർട്ടിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശേഷങ്ങൾ എന്തായാലും വരാം കേട്ടോ. എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഒരുപാട് ചെയേഴ്സ് നമ്മൾ ഫ്രണ്ടിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ പറ്റുമെങ്കിൽ ഒന്ന് മുൻപിലേക്ക് കയറിയിരിക്കാനായിട്ട് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്താണ്. ഒപ്പം തന്നെ അവർ വരുന്ന സമയത്ത് അച്ഛമ്മയും ഒപ്പം കുഞ്ഞുമാളും വരുന്നത് നമുക്കറിയാലേ, നമ്മുടെ ഇന്നത്തെ അല്ലെങ്കിൽ ക്യൂട്ട് ലിറ്റിൽ സ്റ്റാർസ് ആണ്. അവർ വരുന്ന സമയത്ത് കൈ ഫ്രീ ആയിട്ടുള്ള എല്ലാവരും കുറച്ച് എനർജറ്റിക് ആയിട്ടുള്ള കൈയ്യടിയൊക്കെ നൽകിയിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആൻഡ് ഗ്രാൻഡ് എൻട്രി തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഒരുക്കണമെന്ന് സ്നേഹപൂർവ്വം റിക്വസ്റ്റ് ചെയ്യുകയാണ്. ബിക്കോസ് നമ്മൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും ഓരോരുത്തരും ഇന്നത്തെ ഈ ഒരു ദിവസം മാറ്റി വെച്ചിരിക്കുന്നത് അവർക്ക് 2 പേർക്കും വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അവർ വരുന്ന സമയത്ത് എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എല്ലാ തിരക്കുകളും മാറ്റി വെച്ചുകൊണ്ട് അവർ 2 പേരെയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഡേയിൽ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേർന്നതിൽ ഒത്തിരി സന്തോഷം കുഞ്ഞു മനുഷ്യൻ്റെയും ഒപ്പം പല്ലവിയുടെയും ഇവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും ഭാഗത്തു നിന്ന് ഞാൻ അറിയിക്കുകയാണ്. ആവശ്യമാണ്. യെസ്, ladies and gentlemen, they are ready to make the entry. Please send a huge round of applause for our cute little stars, Vishal, Swati, Neeraj and Pallavi, Amal. Yes. Here comes the grand celebrities of this beautiful starting personalities of this function. Yes, എല്ലാവരും ചേർന്ന് all of you together.